ഹായ് ഹലോ മീഡിയ ഭാരതിന്റെ പുതിയൊരു ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം. ഞാൻ അഥീന ആൻഡ് ദിസ് ഈസ് അവർ ചാറ്റ് ഷോ ചാറ്റ് വിത്ത് അഥീന. ഇവിടെ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് അനുഗ്രഹീത കലാകാരനായ തോപ്പിൽ ആൻഡോയുടെ മകനും പ്രശസ്ത കമ്പോസറുമായിട്ടുള്ള പ്രേം സാഗർ സാറാണ്. സർ, വെൽക്കം ടു മീഡിയ ഭാരത്. സർ, ഇപ്പോൾ തോപ്പിൽ ആൻഡോ അച്ഛനെ പറ്റി പറയുമ്പോൾ നാടകരംഗത്ത് നിന്നും പിന്നെ സിനിമാ രംഗത്ത് നിന്നും അങ്ങനെ മലയാളികളുടെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെ തോപ്പിൽ ആൻഡോ സാറിനുണ്ട് അല്ലേ? ആ സാറിനെ പറ്റി പറയുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്ന പാട്ട് മധുരിക്കും ഓർമ്മകളെ. അത് ശരിക്കും അദ്ദേഹം ഇവിടെ ഫേമസ് എന്ന് പറഞ്ഞ സ്റ്റേജിലൂടെയാണ് ഫേമസ് ആയത്. സ്റ്റേജിൽ ഭയങ്കര ഒരു മാറ്റം വരുത്തിയ ആളാണ്. ഇരുന്ന് പാടുന്ന കാലത്ത് നിന്ന് അന്നത്തെ സ്റ്റാൻഡ് മൈക്ക് വരെ എടുത്തുകൊണ്ട് ഓടിയൊക്കെ പാടിയിരുന്നതാണ്. അപ്പം ഇത് മുഹമ്മദ് റാഫിയുടെ പാട്ട് പാടിയിട്ടാണ് ആദ്യം കേരളത്തിൽ അറിയിച്ച പുള്ളിയാണ്. പിന്നെ എല്ലാം പാടും, മലയാളവും ഇതൊക്കെ പാടും. നാടകമായിരുന്നു ആദ്യകാലത്ത്. പക്ഷേ ഈ മധുരിക്കും ഓർമ്മകൾ എന്നുള്ള പാട്ട് സിഒ ആൻഡോ ചേട്ടൻ്റെയാണ്. അത് സ്റ്റേജിൽ ഫേമസ് ആക്കി. അതുപോലെ മെഹബൂബ് സാറിൻ്റെ പാട്ട് കാത്തു സൂക്ഷിച്ചത്. അപ്പൊ ഈ ഹിന്ദി പാട്ടിന്റെ ഇടയിൽ കൂടെ ഇതെല്ലാം പാടും. അങ്ങനെ ഓടി നടന്ന് പാടി ഈ പാട്ടുകളെ മലയാളികളുടെ മനസ്സിൽ എക്കാലത്തും സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഇതായും ആക്കി മാറ്റി. സിനിമയിലും അദ്ദേഹം അവിടെ പോയി നിൽക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെയാണ് ശരിക്കും ഈ കാൽപ്പാടുകളിലെ ഇത് KS ആന്റണി എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസറുണ്ട്. ദാസേട്ടന് ആദ്യം പാട്ട് കൊടുത്ത ആൾ. അത് ഈ മഞ്ഞിമ്മൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ആളാണ്. അപ്പം ഇവർ തമ്മിൽ ഭയങ്കര കൂട്ടാണ്. അപ്പോൾ ദാസേട്ടനും എൻ്റെ ഫാദറും ഒരേ പ്രായമുള്ളൂ. പക്ഷേ ഫീൽഡിൽ അദ്ദേഹം എൻ്റെ ഫാദറാണ് സീനിയർ. പക്ഷെ ആ സമയത്ത് ദാസേട്ടൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുക തൃപ്പൂണിത്തുറയിൽ. അപ്പോൾ ഫാദറിനെ തേടിയാണ് വന്നത്. ശരിക്കും ഫാദറിനോട് പറയും, ഞാൻ സിനിമ എടുത്ത മുഴുവൻ പാട്ട് നീ ആയിരിക്കും എന്നൊക്കെ പറയുമായിരുന്നു. ഇപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ വീട്ടിൽ വന്നപ്പോഴേക്കും ഫാദർ തന്നെ പറഞ്ഞ ഒരു കാര്യം ഞാൻ കേട്ടിരിക്കുന്നത്, പോത്തന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നാടകമായിട്ട് പോയി, ആളെ കിട്ടാതെ പോയി. അങ്ങനെയാണ് ദാസേട്ടനെ വിളിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം ഞാൻ കേട്ടിരിക്കുന്നത്, പുള്ളിയുടെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഇങ്ങനെ അഗസ്റ്റിൻ ജോസഫിൻ്റെ മകൻ ചന്ദ്രൻ്റെ റൂമിലുണ്ട് തൃപ്പൂണിത്തുറയിൽ, ചന്ദ്രൻ മാഷിൻ്റെ. അവിടെ ചെന്ന് അവന് കൊടുക്കുന്നു പറഞ്ഞിട്ട് ഫാദർ വിടുന്നു. അങ്ങനെയാണ് കാൽപ്പാട് പാടാൻ ദാസേട്ടൻ പോകുന്നത്. അപ്പോൾ അവിടെ ദാസേട്ടൻ അവിടെ പോയിട്ട് ഈ പൈപ്പിൽ വെള്ളമൊക്കെ കുടിച്ച് ടൈഫോയിഡ് വന്നു, പനി. ഇത് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു ചെറിയ 4 വരി പാടിച്ചിട്ട് വിട്ടു. അങ്ങനെ പാട്ട് 4 വരി പാടാനേ പറ്റുള്ളൂ. അത് പാടിയിട്ട് എന്തോ അതിന് അങ്ങനൊരു ചാൻസ് സോളോ ചിലപ്പോൾ ഇല്ലാതായി പോയിട്ടുണ്ടാവും, എനിക്കറിയില്ല അത് കൃത്യമായിട്ട്. അങ്ങനെ ആ 4 വരി ജാതി മതം എന്നുള്ള അത് പാടിയിട്ടാണ് വരുന്നത്. പക്ഷെ ആ പാട്ട്, ആ കാൽപ്പാടുകൾ ഇറങ്ങിയിട്ട് സെക്കൻഡ് ഫിലിം ഫാദർ ഡാമിയൻ എന്നുള്ള ഒരു സിനിമയാണ്. അത് ബാബുരാജ് സാറാണ് മ്യൂസിക്. അപ്പോൾ സെക്കൻഡ് പടത്തിൽ ഫാദറിനെ ഇവിടുന്ന് KS ആന്റണി കൊണ്ടുപോയി, മദ്രാസിന് കൊണ്ടുപോയി. 2 പാട്ട് അന്ന് കൂടെ പാടുന്ന ഒരു കോറസായിട്ടുള്ളതും സോളോയും കൂടിയിട്ടുള്ള, അതിൽ വസന്ത S ജാനിയൊക്കെ വന്ന സമയമാണ്. ഇവരൊക്കെയാണ് ഒന്നിച്ചിരുന്ന പാടുന്നത്. പക്ഷേ ഈ സിനിമ ഇറങ്ങിയില്ല. അപ്പം അതാണ് ഒരു അൺലക്കായത്. അത് ഇറങ്ങിയിരുന്നെങ്കിൽ ദാസേട്ടൻ സോളോ പാടിയിട്ടുമില്ല, പിന്നെ ജയേട്ടൻ വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒരു അൺലക്കാണ്, നമ്മുടെ വിധിയാണ് ഇതെല്ലാം. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. നമ്മളുടെ പ്രയത്നം മാത്രമല്ല, ഞാൻ കണ്ടിരിക്കുന്ന എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ 3 ടൈപ്പാണ്. കഷ്ടപ്പെട്ട് നേടുന്നവരുണ്ട്, എത്ര കഷ്ടപ്പെട്ടാലും കിട്ടാത്തതുണ്ട്. പിന്നെ എന്ത്, വീട്ടിലിരുന്നാൽ ഭാഗ്യം വന്ന് കൊണ്ടുപോകണം. പ്രധാനപ്പെട്ട 3 ടൈപ്പാണ് ഞാനീ പറയുന്നത്. എൻ്റെ ലൈഫൊക്കെ കൂടി ഞാൻ ഇത് ചെയ്തിട്ടാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ അങ്ങനെയാണ്. പിന്നെ പരിശ്രമിച്ചാൽ നേടായിരുന്നു. ഇവിടുന്ന് മദ്രാസാണ് അന്നത്തെ കേന്ദ്രം. ഇന്നും അത് എൻ്റെ കാര്യത്തിലും മദ്രാസിൽ പോയി നിൽക്കാത്തത് കൊണ്ട് എന്നോട് തമിഴ് വർക്ക് ഞാൻ ഒരു തമിഴ് പടമൊക്കെ ചെയ്ത 30 വർഷം മുമ്പ് അവർ അന്നേ പറയും അവിടെ വന്ന് നിൽക്കുന്നു. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടായിട്ട് വ്യത്യാസമുണ്ട്. കാരണം അതൊരു വലിയൊരു 9 കോടി ജനമുള്ള ഏരിയയാണ്. സംഗീതം എന്നൊരു ദൈവമാണ് അവർക്ക്. അതുമല്ല അവർ വാങ്ങിക്കുന്ന അതിൻ്റെ റെമ്യൂണറേഷനും സിനിമയുടെ പ്രൊഡക്ഷൻ ഇന്നൊക്കെ 400-500 കോടിയൊക്കെയാണ് ഇന്ന് പ്രൊഡക്ഷൻ. ഇതൊക്കെയുള്ള ഒരു രാജ്യമാണത്.
അപ്പോൾ അവിടെ ഹിറ്റായാൽ കഴിവുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെട്ടിരിക്കും. അതാണ് ആ വ്യത്യാസം. ഈ പറയുന്ന എല്ലാവരും അവിടെ നിന്നാണ് എല്ലാവരും സിനിമയിൽ ഉയർന്നതെല്ലാം. ഇപ്പോൾ കേരളത്തിലേക്കൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാലഘട്ടം. ഫാദറിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. ഞാൻ എല്ലാവരുടെ കൂടെ, അമ്മയുടെ കൂടെ, അപ്പൂപ്പൻ്റെ കൂടെയും ഫാദറിൻ്റെ കൂടെ ഒക്കെ നടന്നിരുന്നല്ലേ. അപ്പോൾ കുറേ അനുഭവങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ അച്ഛൻ തന്നെയാണോ പ്രധാന കാരണം ഈ ഒരു ഫീൽഡിലോട്ട് വരാനായിട്ട്? അച്ഛൻ കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ അച്ഛൻ പറയേണ്ട വരുമല്ലോ. എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ സംഗീതം, സിംഫണി, വെസ്റ്റേൺ അതായിട്ടൊരു ബന്ധമില്ല. അവിടെ നിന്നല്ല അത് കിട്ടിയേക്കുന്നത്. ഈ ഇങ്ങനെയുള്ള ഇത് കാണാനും റിഹേഴ്സലുകളൊക്കെ വീട്ടിൽ ദാസേട്ടൻ വന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ക്ലീൻ ഷേവൊക്കെ ഉള്ള ദാസേട്ടനില്ല അക്കാലത്ത് വീട്ടിൽ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ചെറുതായിരുന്നു അന്ന്. ഓർക്കസ്ട്ര ആദ്യം ഫാദർ കൊടുത്തിട്ടുണ്ട്. ഗാനമേള പിടിച്ച് പുള്ളി ഫേമസ് ആയി വന്നപ്പോഴേക്കും ഓർക്കസ്ട്ര വേണ്ടേ, അങ്ങനെ ഫാദറിൻ്റെ കൂടെയുള്ളവരെ കൂടി ദാസേട്ടന് കൊടുത്തിട്ടുണ്ട് പ്രോഗ്രാമിൻ്റെ. അപ്പോൾ ഈ അവിടെ റിഹേഴ്സലുകൾ നടക്കും. ഇന്നത്തെ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ ഉണ്ടെന്ന്. അവരെല്ലാവരും വന്ന് വീട്ടിൽ റിഹേഴ്സൽ നടക്കണമൊക്കെ ഞാൻ കാണില്ലേ. കാണുന്നത് കൊണ്ട് മാത്രമല്ലത്, നമ്മുടെ ഉള്ളിൽ സംഗീതം ഉണ്ടായിരിക്കണം. ഉള്ളില് ഒറിജിനലായിട്ടുള്ളവർക്ക് ഉള്ളിലുള്ളത് പുറത്തേക്ക് വരുന്നതാണ്. അത് ചിലപ്പോൾ വേറൊരു ഓലക്കുടിയിൽ കിടക്കുന്ന ഒരാളാണ്, ഒരു ബന്ധുവില്ലെങ്കിൽ ചിലപ്പോൾ വരാം. പല ജീനുകളായിട്ടല്ല വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പഠിച്ചത് തബലയാണ്. എൻ്റെ അങ്കിള് തന്നെയാണ് എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ ഹാർമോണിയം അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹാർമോണിയം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഞാനിടക്ക് നോക്കും. അപ്പോൾ അന്ന് സിനിമാ തിയേറ്റർ ഇടപ്പള്ളി ടോളിൽ ശോഭാ തിയേറ്റർ എന്ന് പറഞ്ഞ തിയേറ്റർ ഉണ്ട്. അന്ന് സിനിമക്ക് പാട്ട് വെക്കും ഈ ഹോണിൽ, സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ചൊരു അരമണിക്കൂർ മുമ്പ്. അപ്പോൾ സംഗമം എന്നുള്ള പാട്ടുണ്ട് ദേവരാജൻ മാസ്റ്ററിൻ്റെ. ഈ പാട്ട് ഇങ്ങനെ വെക്കുമ്പോഴേക്കും അത് സിമ്പിൾ നോട്ടാണത്, ശുദ്ധസന്യാസി റൂട്ടാണത്. അപ്പോൾ ഈ പാട്ട് ഞാൻ സ്വന്തമായിട്ട് തന്നെ ഇതിൽ വായിക്കാൻ, അപ്പോൾ സിമ്പിൾ ഇങ്ങനെയല്ലേ പോണത്. അങ്ങനെയാണ് തുടങ്ങണത്. അങ്ങനെ തുടങ്ങിയാണ് ഇങ്ങനെയൊക്കെ ആയത്. അതിൽ നിന്നും പിച്ച വെച്ചു അല്ലേ? അതാണ് എൻ്റെ തുടക്കം. അത്ര പഴക്കമുണ്ട് ആ പാട്ടിനും സിനിമക്കൊക്കെ. അത് വീട്ടിലെ കാര്യങ്ങൾ, അത് വേറെ ദിവസം വേറെ പറയാം നമുക്ക്. സാധാരണയായിട്ട് ഇത്രയും വലിയൊരു കലാകാരൻ്റെ മകൻ, അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ ആ ഒരു ഫാമിലി ലെഗസി ഒക്കെ ക്യാരി ചെയ്യുമ്പോൾ സ്വന്തമായിട്ട് ഒരു സിഗ്നേച്ചർ വേണമെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ട് ആ ഒരു രീതിയിലാണോ നമ്മുടെ സിംഫണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തത്? അത് ഇൻഡിവിജ്വൽ മ്യൂസിക് വേണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം ചെറുപ്പം മുതൽ. ഇപ്പോഴും അത് നമ്മളുടെ വർക്ക് നമ്മളുടേതായിരിക്കണം, ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കണം. നമ്മൾ വലിയ ആളായില്ലെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്നത് നമ്മളുടേതായിരിക്കണം. അങ്ങനെ ആയാലാണ് ശ്രദ്ധിക്കുള്ളൂ ജനം. ഇപ്പോൾ ഒരു 10 പേര് വൈറ്റ് ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നു, ഒരാൾ റെഡ് ഷർട്ട് ഇട്ടാൽ നമ്മൾ റെഡിനെ നോക്കുള്ളൂ. അത് തന്നെയാണ് ഇതിൻ്റെ ബേസ്. ഇപ്പോൾ ഇവിടെ ദക്ഷിണാമൂർത്തി സ്വാമി, ദേവരാജൻ മാസ്റ്റർ, ബാബുരാജ്, ഇവർ മൂന്നുമാണ് ഡിഫറെൻറ്റ്. അതിൽ ഗ്രേറ്റ് ആയിട്ടുള്ള ദേവരാജൻ മാസ്റ്ററാണ് അതിനെക്കുറിച്ചൊക്കെ അറിയുമ്പോൾ. അതേപോലെ MS വിശ്വനാഥൻ സാറ്, ഇളയരാജ സാറ്, റഹ്മാൻ. അപ്പോൾ ട്രിനിറ്റി ഡിഫറെൻ്റാണ്. 3 പേരും തമ്മിലൊരു ബന്ധമില്ല. അപ്പോൾ അങ്ങനെ വന്നാലാണ് അവരാണ് വിജയിക്കുള്ളൂ ഇവിടെ. അങ്ങനെ ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കണം അത്. ആ പെർഫോമൻസും നടനാണ് ശരി, ആരാണ് ശരി, നമ്മൾ സാധാരണ ജോലി ചെയ്യുന്നവരാണ് ശരി, എല്ലാവരിലും ആ വ്യത്യസ്തത ഉണ്ടെങ്കിൽ അവർ നോട്ടബിൾ ആവും. അപ്പോൾ എങ്ങനെയാണ് സിംഫണി എന്നുള്ള ആ ഒരു തീമിലോട്ട് അങ്ങനെ ഒരു, അതായത് സിംഫണി എന്ന് പറയുമ്പോൾ ഏഷ്യയിൽ ആദ്യമായിട്ട് സിംഫണി സംഗീതം സ്റ്റാർട്ട് ചെയ്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ഞാൻ ചോദിക്കുന്നത്. സിംഫണി സംഗീതത്തിന് തുടക്കം കുറിച്ചെന്നുള്ളൂ. ഒരു 100 വർഷത്തിനപ്പുറം ജപ്പാനിൽ ആരൊക്കെ ചെയ്തെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. എൻ്റെ ഫയലിലുണ്ടത്. പിന്നെ അതത്ര ഫേമസ് ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സിംഫോണിയ എന്നാണ് ഗ്രീക്കിൽ ശരിക്കും. അപ്പോൾ ഈ സംഭവം എനിക്കൊരു 8 വയസ്സോ 9 വയസ്സോ 10 വയസ്സിന് മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ സമയത്ത് വീട്ടിലെ റേഡിയോ ഇല്ലേ, പഴയ സിസ്റ്റം, ആ റേഡിയോയിൽ ഞാൻ പെട്ടെന്ന് ഇത് ഇങ്ങനെ ക്ലാസിക്കൽ വെസ്റ്റേൺ വരുമല്ല, തിരിച്ച് നമ്മൾ പിള്ളേരൊക്കെ ചെയ്യില്ലേ,
ഇത് വന്ന വഴി എൻ്റെ ഇതെല്ലാം രോമാഞ്ചു പോയി, ഗൂസ് ബംസ്. ശരീരം മുഴുവൻ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അത് എൻ്റെ വീട്ടിൽ നിന്ന് വന്നതല്ല. അത് ഈ വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ സ്റ്റൈലുകളും ഇതൊക്കെയുള്ള എൻ്റെ കുടുംബത്തിൽ നിന്നും എൻ്റെ നാട്ടിൽ നിന്നും ഒരു സ്ഥലത്തു നിന്നും കിട്ടിയതല്ല. അത് ഉള്ളിലുള്ളത് എന്തോ എവിടെ നിന്നോ വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാനൊരു 13-14 വയസ്സിൻ്റെ ഇടയിലാണ് ഇടപ്പള്ളി പള്ളിയിലാണ് ഞാൻ ഹാർമോണിസ്റ്റായിട്ട് കയറുന്നത്. പിന്നെ ഞാൻ തന്നെ അത് രൂപീകരിച്ച് വലിയൊരു കൊയർ സംഘം അവിടെ ആകീകരിച്ചത്. അവിടെ അച്ഛന് വായിച്ചു കൊടുക്കുമ്പോൾ ഇതേ മോഡലൊക്കെ വരും, ഈ ഹാർമോണിയത്തിൽ കൂടെ അതിൻ്റെ കോഴ്സുകളും അത് ഇതൊക്കെ ഇട്ടിങ്ങനെ വരും. അപ്പോൾ അത് നമ്മുടെ സംഗീതത്തിൻ്റെ കൂടെ ഇതുണ്ട്. അപ്പോൾ ശരിക്കും അതൊരു 88കളിലാണ് ഞാൻ ഇതിന് ഇറങ്ങിത്തിരിക്കുന്നത്, കമ്പോസ് ചെയ്യാനൊക്കെ ഇട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. അതിന് മുമ്പേ ഈ ഒരു ടച്ച് നമുക്കുണ്ട്. അപ്പോൾ ഇത് അന്ന് ഇത് വലിയ ഹ്യൂജ് ഭയങ്കര പണം വേണ്ടി വരും ഇതിന്. ഇന്ത്യയിൽ തന്നെ പ്ലേ ചെയ്യാനുള്ളവർ തന്നെ വളരെ കുറച്ച് പേരുള്ളൂ. അപ്പോൾ ഇത് കുറേ പേരൊക്കെ ഒരു 100 അല്ലെങ്കിൽ 70-80 മ്യൂസീഷ്യൻസിനെ കൊണ്ടുവന്ന് നമ്മൾ ചെയ്യണമെങ്കിൽ അതിന് മാസങ്ങളോളം പ്രാക്ടീസ് ചെയ്ത് ആ ലെവലിലേക്ക് നമ്മൾ വരണമെങ്കിൽ കോടികൾ വേണം. അപ്പോൾ അത് ഇവിടെ പ്രാക്ടിക്കലല്ല. ഞാൻ അന്നത്തെ ഒരു ഇതിൽ ഞാൻ ഒരു ചെറിയൊരു ക്യാപ്സ്യൂൾ പോലെ ഒരു സാധനം ടെലിവിഷന് വേണ്ടി ചെയ്തു. അന്ന് ചാനലൊന്നുമില്ല, ദൂരദർശൻ മ്യൂസിക് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞു. അതിൽ 21st സെഞ്ച്വറി ഇങ്ങനെ പിയാനോ കോൺസെർട്ടോ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഷോർട്ട് ആക്കിയിട്ട് ഉള്ളത് വെച്ചിട്ട് നമ്മുടെ ഇവിടെയുള്ളവരൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഈ സിംഫണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വെസ്റ്റേൺ അത് പെട്ടെന്ന് നമുക്ക് ഒരു വാക്കി പറയണമെങ്കിൽ ദ ലോങ് എലാബറേറ്റഡ് മ്യൂസിക്കൽ കോമ്പോസിഷൻ ഫോർ എ ഫുൾ ഓർക്കസ്ട്ര എന്നാണ്, സൗണ്ടിങ് ടുഗദർ. പെട്ടെന്ന് നമ്മൾ പറയണമെങ്കിൽ. പക്ഷേ സിംഫണി എന്താണെന്ന് പറയണമെങ്കിൽ ഇനിയും കുറേ പറയേണ്ടി വരും. അത് 4 മൂവ്മെൻ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ ഇത് അവിടുത്തെ ആചാര്യന്മാർ തന്നെ ഇപ്പോൾ കോറൽ സിംഫണി, ഡൊമസ്റ്റിക് സിംഫണി, കളർ സിംഫണി, ജൂപ്പിറ്റർ സിംഫണി, ഫാൻറ്റാസ്റ്റിക് സിംഫണി, പാത്തറ്റിക് സിംഫണി, ഇങ്ങനെ കുറേ ഇത് അവിടുത്തെ പഴയ ആൾക്കാർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഓരോ പേരുകളാണ് അവർ ചെയ്തേക്കുന്നത്. ഡൊമസ്റ്റിക് സിംഫണി മോഡലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഈ ഡൊമസ്റ്റിക് സിംഫണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടുള്ളത്, നമ്മുടെ ലൈഫിലുള്ള അനുഭവങ്ങൾ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നതാണത്. അപ്പോൾ ഈ സിംഫണിയുടെ ഇതെന്ന് പറഞ്ഞാൽ 4 മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ആദ്യം നമ്മുടെ ഇവിടുത്തെ മ്യൂസിക്കും നമ്മുടെ ഇന്ത്യൻ മ്യൂസിക്കും ക്ലാസിക്കൽ മ്യൂസിക്കും വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക്കും തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ലോവിൽ നിന്ന് ഫാസ്റ്റാകും. ഇവിടെ 4 കാലമുണ്ട്, അവസാനം സ്പീഡാവും. ഇവരുടെ എന്ന് പറഞ്ഞാൽ ആദ്യ സ്പീഡ് അത് ആൾക്കാർ ഓഡിയൻസ് വന്നിരിക്കുമ്പോൾ ഒരു ഉണർവ് കിട്ടാൻ സ്പീഡിൽ വന്നിട്ട് സെക്കൻഡ് സ്ലോ ആണ്. തേർഡ് കുറച്ച് ഹാപ്പിനെസ്സും ഇതൊക്കെ കൂടി ഷോർട്ടായിരിക്കും. അത് മിനുവേറ്റ് ഫോം അല്ല സ്കേറ്റ്സോ എന്നും പറഞ്ഞാൽ അതൊരു ചേഞ്ച് പിന്നീട് വരുത്തി ബെതോവൻ്റെയൊക്കെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ആ സംഭവം വന്നു കഴിഞ്ഞിട്ട് പിന്നെ സ്പീഡാണ്, ഫാസ്റ്റാണ്, വെരി ഫാസ്റ്റായിട്ട് ഫിനിഷ് ചെയ്യും. ആൾക്കാർ പോകുന്നത് നമ്മൾ കണ്ടുപോകുന്നുണ്ട്. അങ്ങനെ 4 കാലങ്ങൾ അവർക്കുണ്ട്. നമ്മുടെ ഇവിടെ 4 കാലമുണ്ട്. ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ പറയുകയാണെങ്കിൽ കൃതിക്ക് തുല്യമാണ്. കീർത്തനമല്ല, കൃതി. ഇപ്പോൾ കൃതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കർണാടക സംഗീതത്തിൽ കുറച്ച് മ്യൂസിക്കിന് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതിനൊരു തുല്യമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. അപ്പോൾ ഈ സിംഫണി എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അത് നമ്മുടെ ഈ രാജ്യത്തിരുന്ന് എടപ്പള്ളിയിലിരുന്ന് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമല്ല ശരിക്കും. കാലാവസ്ഥയും പല കാര്യങ്ങളും നോക്കിയാൽ നമ്മൾ കാണുന്നതും നമ്മളുടെ വ്യൂ പോയിന്റിലുള്ളതല്ല. ഭയങ്കര പാടാണ് അത് ചെയ്തെടുക്കാൻ. കാരണം അവർക്ക് അത് ഇഷ്ടപ്പെടണം. ഓഡിയൻസ് ഫോറിൻ നാട്ടിൽ ജനിച്ചവർക്ക് നമ്മളിത് ചെയ്താൽ അവരുടെ കൾച്ചർ ഇതിനകത്ത് വരണം. അവിടെയാണ് ഈ പ്രശ്നം. അപ്പം ആ കൾച്ചർ വരെയും ചെയ്യണം, സ്വന്തമായിട്ടുള്ള പുതിയതുമായിരിക്കണം. എൻ്റെ സിംഫണി എൻ്റെ ആയിരിക്കണം, കോപ്പി ചെയ്യാൻ പാടില്ല. എന്നാൽ ഞാനിവിടെ നിന്ന് ചെയ്തിട്ട് കർണാടക സംഗീതത്തിലെ പീസുകളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണിച്ചെന്ന് അതാവില്ല. അപ്പോൾ അവരുടെ നാട്ടിൽ ആ വിഷ്വൽ ഒരു സംഭവം അവർക്ക് കേട്ടാൽ ഇഷ്ടപ്പെടുന്ന ഒരു കൾച്ചർ ഇതിനകത്ത് വരണം. അപ്പോൾ ഇത് ഹെവി ഓർക്കസ്ട്ര വെച്ച് ചെയ്യുന്നതല്ലേ, എന്നാലാണ് ഇത് ആവുള്ളൂ.
അപ്പോൾ നമ്മൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ധാരാളം ഈ കാസറ്റുകളിൽ ഞാൻ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ കാസറ്റുകളിൽ ഹാർമോണിയം വെച്ചിട്ട് അപ്പം തന്നെ ഓരോ പേരും കൂടെ കൊടുത്തിട്ട് വായിച്ചങ്ങിടും ഞാൻ. ഒരെണ്ണത്തിന് ട്രാജഡി എന്നാണ്, ദി ട്രാജഡി എന്നാണ് എൻ്റെ വീട്ടിലുണ്ടായിരിക്കുന്ന നമുക്കുണ്ടായിരുന്ന അനുഭവമൊക്കെ വെച്ചിട്ട് ആ ഒരു സന്ദർഭത്തെ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ട്രാജഡി എന്ന് പറഞ്ഞിട്ടുള്ളൊരു അത് ഡൊമസ്റ്റിക് സിംഫണിയാണ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ AD 3000 എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓരോ സബ്ജക്റ്റ് ഇടും, കാസറ്റിൻ്റെ മുകളിൽ എഴുതും. അന്ന് കാസറ്റാണ് നമുക്ക് ടേപ്പിൽ വെച്ച് റെക്കോർഡ് ചെയ്യാമല്ലോ. ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ വായിച്ചിടും. അത് എടുക്കണമെങ്കിൽ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് എലാബറേറ്റ് ചെയ്യാം, ഗംഭീരമാക്കാൻ പറ്റും. കാരണം ഇത് എന്താണ് എങ്ങനെയൊക്കെ എന്നുള്ളത് വളരെ കുറച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. വലിയത് മനസ്സിലാക്കിയെന്ന് ഞാൻ പറയില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ സിംഫണിയുടെ ഒരു കമ്പോസറുടെ ഏറ്റവും വലിയ ഔട്ട്പുട്ട് കാണിക്കുന്ന വെസ്റ്റേൺ ക്ലാസിക്കൽ ഒരു മ്യൂസിക്കാണ് സിംഫണി. ഒരു മ്യൂസിക് കമ്പോസറുടെ മാക്സിമം ഔട്ട്പുട്ട് കാണിക്കുന്നതാണ് സിംഫണി. അതാണ് സിംഫണി. അപ്പോൾ നമ്മളിവിടെ എന്തെങ്കിലും ഒരു വെസ്റ്റേൺ യാനിയുടെ പീസ് കേട്ടിട്ട് സിംഫണി എന്ന് പറയാൻ പറ്റില്ല. അവിടുത്തെ ഏതെങ്കിലും അതേപോലെ ഇരിക്കുന്ന ഒരു പീസ് കേട്ടിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇതെന്താ സൊനാറ്റയുടെ ഒരു കാര്യം ഉണ്ടായിരുന്നു. സൊനാറ്റ മ്യൂസിക്കുകൾ സൊനാറ്റ കഴിഞ്ഞിട്ടാണ് സൊനാറ്റ ഫോമാണ് ഇതിലേക്ക് വരുന്നത്. ഇതിൻ്റെ ഓരോ ഇതെന്നുള്ള ഒരു സബ്ജക്റ്റ് വേണം നമുക്ക്, പ്രിൻസിപ്പൽ സബ്ജക്റ്റ്. അപ്പോൾ ഈ പ്രേംസാഗർ ടച്ച് ഉള്ളത് ഈ ഡൊമസ്റ്റിക് സിംഫണിക്കാണെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ എൻ്റെ മ്യൂസിക് എൻ്റെ തന്നെയാണ്. അത് മറ്റുള്ളവർ കട്ടതായിട്ട് പറയാൻ പറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി എന്തെങ്കിലും ചെറിയ ചായ ഞാൻ ഈ ചെക്കോവ്സ്കി വലിയ ഇഷ്ടമുണ്ട്. ചെക്കോവ്സ്കി, ബെയ്ത്തോഫൻ, മൊട്സാർട്ട് ഇങ്ങനെയുള്ളവരൊക്കെ നമുക്ക് ഇഷ്ടമാണ്. അത് ബാർട്ടക് ബെല എന്ന് പറഞ്ഞൊരു കമ്പോസറുണ്ട്, റുമേനിയൻ. അതൊക്കെ ദരിദ്രം പിടിച്ചാൽ മരിച്ചത്, ഈ ചെക്കോവ്സ്കി, ബാർട്ടക് ബെലയൊക്കെ. അവരുടെയൊക്കെ മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പരിപാടി ചെയ്യില്ല. ഈ ബാർട്ടക് ബെല്ലയുടെയൊക്കെ അത് എന്തോ കാട്ടിലൊക്കെ പോയിട്ട് ഓരോ മൃഗങ്ങളൊക്കെ വന്ന പോലെ നമുക്ക് പോകുന്നു. ഈ ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ടാണേ, അത് വേറെ ടൈപ്പാണ് അങ്ങേര്. അപ്പോൾ അപ്പോൾ എനിക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ അധികം കേൾക്കില്ല. അധികം ഇവരുടെ പീസുകളൊന്നും ഡെയിലി വെച്ച് കേൾക്കില്ല ഒരിക്കലും. എന്താണെന്നറിയാനും ഞാൻ ഇടും. അത് എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആരെന്ന് വെച്ചാൽ എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ്, ബ്രദറിൻലോ ഗൾഫിലായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ഇൻ്റർനെറ്റൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാനന്ന് ട്യൂഷൻ എടുക്കുമായിരുന്നു എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ, ഇളപ്പള്ളിയിൽ. അവിടെ ഒരു 25 വോളിയം കാസ്റ്റൺ എൻസൈക്ലോപ്പീഡിയ ഉണ്ട്. ആ എൻസൈക്ലോപ്പീഡിയ ഞാൻ എടുത്തിട്ട് എനിക്ക് വേണ്ടത് ഞാൻ ഇങ്ങനെ അന്വേഷിക്കും. മേജർ വർക്കുകൾ ബെയ്ത്തോഫൻ്റെയും മൊട്സാർട്ടിൻ്റെയും ഇവരുടെയൊക്കെ മേജർ വർക്കുകൾ എന്തോരം ഉണ്ട്, എന്തൊക്കെയാണെന്നുള്ളത് അതിൻ്റെ ഇടയിൽ ഞാൻ എഴുതിയെടുത്ത് ഇതിൻ്റെ ഉച്ചാരണങ്ങൾ. ഇപ്പോൾ ബിതോവൻ എന്ന് പറഞ്ഞത് തെറ്റാണ് ഉച്ചാരണം ശരിക്കും. ലുഡ്വിഗ് ഫോൺ ബെയ്ത്തോഫൻ. അപ്പോൾ V ഒക്കെ F ആണ് അവരുടെ ജർമ്മൻ്റെ ഇതിൽ. അങ്ങനെ ഓരോ പിന്നെ ഇത് മൊസാർട്ട് എന്നല്ല, മൊട്സാർട്ട് എന്നാണ്. അപ്പോൾ അതൊക്കെ ഞാൻ പരിചയമുള്ള അച്ഛന്മാരുടെ അടുത്ത് നിന്നിട്ട്, എൻ്റെ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നിട്ട് ഇത് ചോദിക്കും. എന്നിട്ട് അത് ഞാൻ മുകളിൽ എഴുതി വെക്കും. എന്നിട്ട് ഇൻ്റർനെറ്റിലല്ല, ഇപ്പം സുഖമില്ല ഇത്. ഇപ്പം സിംഫണി വരെ ഇനിയിപ്പോൾ AI കണ്ടുപിടിച്ച് വരുന്ന അവസ്ഥയിലൊക്കെ പോകണം. കമ്പോസ് ചെയ്യേണ്ട കാര്യം വരില്ല, ആ ലെവലിലേക്ക് എത്തി. ഇത് നമ്മൾ ഗൂഗിളിൽ എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ടകളകളാന്ന് പറഞ്ഞ് ആ പീസും വരും, കേൾക്കാനും പറ്റും. അപ്പോൾ ഇത് അന്ന് ഗൾഫിൽ നിന്ന് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് കുറച്ചൊക്കെ കൊണ്ടുവരും ഞാൻ പറയുമ്പോൾ. അപ്പോൾ അന്നത്തെ കാലത്ത് ബെയ്ത്തോഫൻ്റെ ഫസ്റ്റ് സിംഫണി സെക്കൻഡ് ഒരു സ്ഥലത്തും ഇല്ല. എൻ്റെ അടുത്തുണ്ട് ആ കാസറ്റ്, എൻ്റെ അടുത്ത് ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ കാസറ്റുകൾ ഇട്ട് കഴിയുമ്പോഴേക്കും ഇദ്ദേഹം എന്താണെന്നുള്ളത് ഞാൻ വാച്ച് ചെയ്യും. നമുക്ക് അവരായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഇത്രം ചെയ്യാനുള്ളൊരു താല്പര്യം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അതാ കാലത്ത് 88 ഞാൻ ഇതിൻ്റെ ഒന്ന് പുറത്തേക്ക് വരാനുള്ള പണികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര വർഷം പഴക്കമുള്ളൂ നോക്കി, 88 എന്ന് പറയുമ്പോൾ. അപ്പോൾ അങ്ങനെ ഇവരെന്താണെന്ന് നമ്മൾ അറിയണ്ടേ, എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബെയ്ത്തോഫൻ എന്താണ്, ബാഹ് എന്താണ്, ചെക്കോവ്സ്കി എന്താണ്, അപ്പോൾ അവരെ കേൾക്കുകയും ചെയ്യണം. ഇവരുടെ ഹിസ്റ്ററി നമ്മൾ കുറച്ചറിയണം. മുഴുവനും നമുക്ക് എഴുതി വെക്കാൻ പറ്റില്ല. അപ്പോൾ ഫയലിൽ അവരുടെ പേരെഴുതിയിട്ട്, 'എഴുതിയിട്ട്, അത്യാവശ്യമുള്ള കാര്യങ്ങൾ, അവരുടെ മേജർ വർക്കുകൾ, അവരുടെ ലൈഫ് ഇതൊക്കെ എഴുതി വെക്കും. എന്നിട്ട് അത് ഞാൻ മുകളിൽ എഴുതി വെക്കും. 'എന്നിട്ട് അത് ഞാൻ മുകളിൽ എഴുതി വെക്കും. എന്നിട്ട് 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 അത് ഞാൻ മുകളിൽ എഴുതി വെ
അങ്ങനെ വാച്ച് ചെയ്തിട്ടുണ്ട്. അത് കുറേ കമ്പോസേഴ്സ് നമ്മളിവിടെ കാണുന്ന പോലെ ഒന്നുമില്ല, വലിയ രാജ്യമില്ല പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ. അവിടെ ഒരു 200 പേരുടെ തന്നെ എൻ്റെ ഫയലിലുണ്ട്. നമ്മൾ കേൾക്കുന്ന 3-4 പേരുടെ പേരല്ലേ. ഇത്രയധികം കമ്പോസേഴ്സ് ഉണ്ട് അവിടെ. പക്ഷേ അതിൽ മേജർ ആയിട്ടുള്ളവരാണ് ഈ പറഞ്ഞ കമ്പോസേഴ്സ് എല്ലാം. ഡിഫറെന്റ് ചെയ്ത ആൾക്കാർ അറിയപ്പെടുന്നു. അല്ല, ഡിഫറെന്റ് ആയതുകൊണ്ടാണ് ഇവർ മെയിൻ ആയത്. ഞാൻ പറഞ്ഞില്ലേ, ചെക്കോവ്സ്കി, ബെയ്ത്തോഫൻ, മൊസാർട്ട്, ബാഖ് എന്ന് പറഞ്ഞ പിതാവിനെ പോലെയാണ്. അപ്പോൾ ആദ്യകാലത്തെ ആളെന്നുള്ളതിൽ അങ്ങനെ ഈ 2-3 പേരിൽ നമ്മളെ എടുത്ത് പറയണത്. പക്ഷെ അവിടെ എന്തോരം കമ്പോസേഴ്സ് ഉണ്ട്. അതിൽ വളരെ കുറച്ച് പേരില്ല. അത് ആ ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ്, ഔട്ട്സ്റ്റാൻഡിങ്ങിൽ നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ എന്ത് വർക്ക് നമ്മൾ ചെയ്യണ്ടോ, നമ്മൾ തുടങ്ങി വരുന്ന ഏതൊരു കുട്ടിയോടും പറഞ്ഞത് സ്വന്തമായിട്ടുള്ള സ്റ്റൈലുകൾ ചെയ്യുക. കോപ്പി അടിക്കാം, ഇൻസ്പിറേഷൻ ചെയ്യാം. ഇപ്പം നമ്മളൊരു സംഭവം കേട്ട്, ഇപ്പം ബെയ്ത്തോഫൻ്റെ ഒരു പീസ് ഇട്ടാൽ എനിക്ക് വേറെ സാധനം ഇട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഇൻസ്പയർഡ് ബൈ കോപ്പി ചെയ്യില്ല. ആ നോട്ട് കോപ്പി ചെയ്യരുത്. ഞാൻ ഒരു പാട്ട് അങ്ങനെ പണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നോട്ട് ഇത് മ്യൂസിക് കേട്ടിട്ട് ആ മ്യൂസിക്കിൻ്റെ ഒരു ഫോമില്ലേ, അത് നമുക്കിതിൽ വരികയും ചെയ്യും. നമ്മളത് വരുമ്പോൾ സാധനം മാറി. ഇതായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. അങ്ങനെ ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നോട്ട് കോപ്പി ചെയ്യാതിരുന്ന് വെച്ചാൽ മതി. ഞാൻ 1-2 വർക്കുകൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, വളരെ അപൂർവം. എനിക്ക് ജെയിംസ് ലാസ് എന്ന് പറഞ്ഞ ഒരു ബാൻഡാണ് ശരിക്കും, ജർമ്മൻ. അയാളെ വലിയ ഇഷ്ടമായിരുന്നു, ബ്രാസും ഇതൊക്കെ വെച്ചിട്ട്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധിച്ചിട്ട് അതുപോലെയൊക്കെ നോട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് പിന്നെ നമ്മളിവിടെ വേറൊരു ഗുണം എന്ന് വെച്ചാൽ, ഗുണമല്ല, അത് നമുക്ക് കിട്ടിയ അനുഭവം എന്ന് വെച്ചാൽ, അന്ന് ചർച്ചിൽ കയറി യുവജനോത്സവം, യൂത്ത് ഫെസ്റ്റിവലിൽ എല്ലാം ലീഡ് ചെയ്ത് പ്രൈസ് വാങ്ങിക്കലൊക്കെ ആയിരുന്നു. അതൊരു സെക്ഷൻ. കഥാപ്രസംഗത്തിന് പോയിട്ടുണ്ട്. അന്നത്തെ ഇതാണേ, പ്രായത്തിൽ പിള്ളേർ വിളിക്കും, അപ്പോൾ ഇതിന് പോയി വായിച്ചു കൊടുക്കും. അതുപോലെ മുസ്ലിംസിൻ്റെ ഒപ്പന പാട്ടുകൾ, ഭക്തി ഗാനമുള്ള, പ്രൊഫഷണൽ ഗാനമുള്ള, പ്രൊഫഷണൽ റെക്കോർഡിങ്, ഇതെല്ലാത്തിനും പോയതുകൊണ്ട് ഇത് പോകുന്നവർക്ക് ഈ സിംഫണി പോലുള്ളത് ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ നമ്മൾക്ക് കിട്ടിയ വേറൊരു ഗുണം എന്ന് വെച്ചാൽ, നമ്മളുടെ ഈ നാട്ടിൽ നമ്മൾ ജനിച്ച് ഇവിടുത്തെ പള്ളികളിൽ വായിക്കുന്ന, പള്ളികൾ എന്ന് പറഞ്ഞാൽ ചർച്ചിൽ ആ കാലത്ത് നമ്മുടെ വരുമാനമാണത്. ആ സമയത്ത് നമ്മൾ ഇടപ്പള്ളി പള്ളിയുടെ ചെറിയ പള്ളിയുണ്ട്, തോപ്പിൽ പള്ളി, പിന്നെ ഭാരതമാത കോളേജിൻ്റെ അവിടെ കാർഡിനൽ ചർച്ച്, അങ്ങോട്ട് പോണേക്കര ഒരു പള്ളിയുണ്ട്, ചേരാനല്ലൂർ 2 പള്ളി, വരാപ്പുഴ, കോതാട്, ഇവിടെയൊക്കെ പോയ സ്ഥലങ്ങളാണ് ഞാൻ. പിന്നെ മാമംഗലം, പാലാരിവട്ടം, തമ്മനത്തുള്ളൊരു പള്ളി, പാലാവട്ടം ഇത് മാർട്ടിൻ പുണ്യാളൻ്റെ പള്ളി, അവിടെ നിന്ന് ബസിലിക്ക, പിന്നെ ഒരു കപ്പൽ പള്ളിയില്ലേ, ലാറ്റിൻ ചർച്ച്, കൊച്ചി സാന്റാക്രൂസ്, പിന്നെ അവിടെ കുന്നുംപുറത്ത് വേറൊരു പള്ളിയുണ്ട്. അവിടെയൊക്കെ പോയി നമ്മൾ താമസിക്കുകയാണ്. അവിടെ ദുഃഖവേഴം, വെള്ളി, ശനി, ഞായർ, ഈസ്റ്റർ വരെ അവിടുത്തെ കൂടെയുള്ള ആൾക്കാരുടെ വീട്ടിൽ കിടന്ന് വായിച്ച്. അത് മ്യൂസിക് ഡയറക്ടർ ആയതിനു ശേഷം ഞാൻ അവിടെ പോവുമായിരുന്നു. അതൊരു നല്ല ഇതാണ്. അതിൽ അങ്ങനെ വന്നിങ്ങനെ കറങ്ങി പറവൂര്, അങ്കമാലി, ഇങ്ങനെ സറൗണ്ട് കോട്ടയം വരെ പോയിട്ടുണ്ട്, കിഴക്കമ്പലം, ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ആ സമയത്ത്. അത് നമ്മുടെ വരുമാനമാണ്. വരുമാനമാകുമ്പോൾ ഇത്രയധികം സ്ഥലങ്ങളിലാണ് ഈ കൊയറായിട്ട് നമ്മൾ അന്നത്തെ ഹാർമോണിയം കഴിഞ്ഞ് പിന്നെ ഓർഗനായത് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ മറ്റുള്ള ഭക്തി ഗാനമേള, പ്രൊഫഷണൽ ഗാനമേള, ഇതിനകത്തൊക്കെ പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആ കാലത്ത് നമ്മൾ വരുമ്പോഴേക്കും പല മ്യൂസിക്കിൻ്റെ ഫോമുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒപ്പനയ്ക്ക് പോയിട്ടുണ്ട്, കഥാപ്രസംഗത്തിന് പോയിട്ടുണ്ട് വായിക്കാൻ, സ്കൂൾ കോമ്പറ്റീഷൻ ഇതുകൾ, അങ്ങനെ പലതും കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതും ഇതുമായിട്ട് വ്യത്യാസമുണ്ട്. ഈ വെസ്റ്റേൺ ക്ലാസിക്കൽ സിംഫണി പോലുള്ളത് ഇതായിട്ട് ഒരു ബന്ധമില്ല. അപ്പോൾ അത് ഇവിടെ നിന്ന് കിട്ടിയതല്ലെന്നുള്ള ഉറപ്പായി. അങ്ങനെ വരുമ്പോ ഈ പ്രേം സാഗർ സിംഫണിയും ഇളയരാജ സിംഫണിയും തമ്മിൽ അങ്ങനെ കമ്പയർ ചെയ്യരുത്. കാരണം അദ്ദേഹമായിട്ട് ഇളയരാജ സാറ്, MS വിശ്വനാഥൻ സാറ്, ഇവരൊക്കെയായിട്ട് എന്നെ കമ്പയർ ചെയ്ത്. കാരണം വെച്ചാൽ അവർ ഈ ഒരു കമ്പനി പോലെയാണ്. ഇളയരാജകളൊക്കെ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ കമ്പനി രാവിലെ ജോലിക്ക് പോകില്ലേ, ആർട്ടിസ്റ്റുകൾ പോയിട്ട് ഡെയിലി വർക്കാണ്, ദിവസവും വർക്കാണ്, കുറേ വർഷം. ആ വർക്കുകൾ ചെയ്യുമ്പോഴേക്കും അദ്ദേഹം ഈ വെസ്റ്റേൺ ഗിറ്റാറിലൊക്കെ ഇത് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നൊട്ടേഷൻ്റെ ഒക്കെ അറിയുന്നുണ്ട്. അന്ന് തന്നെ പുള്ളി ആ സമയം മുതൽ നോട്ട്സ് എഴുതി ഡെയിലി വർക്കല്ലേ. അപ്പോൾ അത് എക്സ്പീരിയൻസ് കൊണ്ടൊക്കെ കിട്ടുള്ളത്. കാണാപ്പാടോ ഈ നോട്ട്സ്. അപ്പോൾ നോട്ട്സ് കാണാപ്പാടോട്ട് വേണമെങ്കിൽ ഹാർമോണിയം ഒന്നും വേണ്ട,
അപ്പോൾ ഇതിൽ തന്നെ എഴുതി അങ്ങനെ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് അവർ വരെ ചെയ്യാൻ വളരെ താമസം എടുത്തുന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 82-ാം വയസ്സിലാണ് ഇപ്പോഴാണ് പുള്ളി അത് പൂർത്തീകരിച്ചത് ചെയ്തത്. ഞാനിത് 88-കളിൽ ഇറങ്ങിയിട്ട് 90s എറണാകുളത്ത് ഞാൻ കുറേ നമ്മുടെ ബാബുരാജ് ആക്ടറൊക്കെ ഇല്ലേ, അദ്ദേഹമായിട്ട് ഇതൊന്ന് പെർഫോം ചെയ്യാൻ ചെറിയ രീതിയിൽ ഉള്ള ഓർക്കസ്ട്ര 101 പേരാ, 101 ഞാനും പിന്നെ 100 പീസ് ഓർക്കസ്ട്ര അങ്ങനെ പ്ലാൻ ചെയ്ത്. അങ്ങനെ ഞാനിവിടെ പല രീതിയിലും നോക്കി നടക്കാതെ ഞാൻ നിർത്തിവെച്ച്. അന്ന് ഈ ബാബുരാജ് ആക്ടർ അവരൊരു ഗ്യാങ്ങിനെ കൊണ്ടുവന്ന് ഞങ്ങളൊരു കുറച്ച് പൈസ ഒക്കെ കളക്ട് ചെയ്ത്, അപ്പോഴേക്കും അദ്ദേഹത്തിന് പ്രശ്നം വന്ന് അദ്ദേഹം ഇവിടെ നിന്ന് പോയി. ഞാൻ വീട്ടിൽ ചെന്നപ്പോഴേക്കും ആൾ വിടിയില്ല. അങ്ങനെ അതെല്ലാം താറുമാറായി. ആ മറൈൻ ഡ്രൈവ് കായലിൻ്റെ അവിടെ ഇരുന്നിങ്ങനെ കരഞ്ഞ് കുറച്ച് നേരം തിരിച്ചു പോകുന്നത് സ്റ്റോപ്പ് ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 വർഷം കഴിഞ്ഞ് ഒന്നുകൂടി ഞാൻ ശ്രമിച്ച്, നടന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ക്യാഷ് എൻ്റെ കയ്യിൽ വന്നപ്പോഴും എനിക്ക് മനസ്സിലായി ക്യാഷ് ഇല്ലാതെ ഇതൊന്നും നടക്കില്ല. ക്യാഷ് എൻ്റെ കയ്യിലുള്ളിൽ നിന്ന് ഞാൻ എൻ്റേതായ എല്ലാ സംഭവങ്ങളും ഞാൻ ഇറക്കിയത്. അപ്പോൾ ക്യാഷ് വന്നപ്പോൾ ഉടനെ ഞാൻ ചെയ്തത് അങ്ങനെയാണ് ഈ വിസ്മയ ഗാനസന്ധ്യ എന്നുള്ള ഈ മെഗാ ഷോ നടക്കുന്നത്. അത് ഇതിനു വേണ്ടിയും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ അതേ സ്ഥലത്ത് തന്നെ. അവിടെയാണ് ഞാൻ പറഞ്ഞത് ടൈമിൻ്റെ ഒരു വലിയൊരു, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, കഷ്ടപ്പെട്ടാൽ കിട്ടില്ല, വെറുതെ ഇരുന്നാൽ കിട്ടും. ഇത് വെറുതെ ഇരുന്നപ്പോഴാണ് നടന്നത്. അതാണ് രസം. ഞാൻ അന്ന് കഷ്ടപ്പെട്ടത് വെറുതെ ആയിപ്പോയി. എക്സ്പീരിയൻസ് കിട്ടിയെന്നേ ഉള്ളൂ, വേറെ ഒന്നും കിട്ടിയിട്ടില്ല അതിനകത്ത്. വെറുതെ അലച്ചിലായിപ്പോയി അന്ന്. അതുകൊണ്ട് ആ മ്യൂസിക് വർക്ക്ഷോപ്പ് നടക്കാനുള്ള ഒരു എന്തോ അങ്ങനെ ഒരു ആ സമയത്ത് അങ്ങനെ അത് നടന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ദാസേരനെ പോയി കണ്ട്, ദാസേരനെ അറിയാം അത് ഒരു 20-25 വർഷം നടക്കണം. ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ വിട്ടില്ലത്. 25 വർഷം അത് ഈസി ആയിട്ട് നടക്കുകയാണ്. അപ്പോഴാണ് അങ്ങനെ ഒരു 10 മിനിറ്റ് ഒരു ടൈറ്റിൽ പോലെ ഒരു സിംഫണിക് ഫോം പോലത്തെ ഒരു ചെറിയൊരു ക്യാപ്സ്യൂൾ പോലെ ടൈറ്റിൽ എന്നും പറഞ്ഞാൽ അവരോട് പറഞ്ഞു എനിക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ടൈറ്റിൽ പോലെ ചെയ്ത് 100 പീസൊന്നും ഉണ്ടായിരുന്നില്ല, ഏകദേശം ഉണ്ടായിരുന്നു 140 പേരെ സ്റ്റേജിൽ കൊണ്ടുവന്നു. ഡാൻസേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഗംഭീരമായിട്ട് നടന്നത്. ഫ്ലവേഴ്സിൻ്റെ ആദ്യകാലത്ത് ഒരു സംഭവം അവർ തന്നെ ചാടിയതെടുത്ത് അവർ എന്നത് അത് 2016 അത് കുറേ കാലം അവരിട്ട്, കൊറോണ വരുന്നവരിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അതിലെല്ലാം സുശീലാമ്മ, വാണി ജയറാം എല്ലാവരും കൊണ്ടുവന്ന് വിടാം പാടി. അപ്പം അന്ന് നമ്മൾ അലഞ്ഞ് നടക്കുന്നത് 25 വർഷം ആയപ്പോഴാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനാണ് ഇതിൻ്റെ ബേസ്. നമ്മുടെ ഇതിനകത്ത് നമുക്ക് എപ്പോഴും സ്വപ്നം വേണം. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ആലോചിക്കും, ഇത് നടന്നിരുന്നെങ്കിൽ എന്നും പറഞ്ഞത്. നടന്നിരുന്നെങ്കിൽ എന്നാണെങ്കിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. ചിലവർക്ക് അത് നടക്കും ഇങ്ങനെ വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഇത് കിട്ടിയിരുന്നെങ്കിൽ ചോദ്യമുണ്ടല്ലോ. അപ്പോഴെനിക്കിത് മനസ്സിലായി, ഇത് നമ്മളിൽ നിന്നൊരു കണക്ട് ചെയ്ത് സിൽവർ കോഡ് പോലെ ഒരു ഗോഡിൻ്റെ കണക്ഷൻ ഉണ്ടെന്ന് നമുക്ക് പണ്ടറിയാം. പക്ഷെ ഇത് വിശ്വസിക്കാമല്ലോ നമുക്ക്. അപ്പോൾ ഇത് നടന്നിരുന്നെങ്കിൽ എന്നുള്ള ഇടക്കിടക്ക് വരുള്ളൂ. ഇത് നടന്നിരുന്നെങ്കിൽ അത്രം വന്നു കഴിഞ്ഞപ്പോഴേക്കും അത് നടന്നു. അത്രേ ഉള്ളൂ. നടന്നിരുന്നെങ്കിൽ എന്ന് മാത്രം ചിന്തിച്ചു. അങ്ങനെയാണ് എനിക്ക് മിക്കതും കിട്ടുന്നത്. ഇന്ന് നല്ലൊരു അലവ് കിട്ടിയിരുന്നെങ്കിൽ. അപ്പോൾ അത് ആരെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ അവർ കൊണ്ടുവന്നിട്ടുണ്ടോ? കൈൻഡ് ഓഫ് മാനിഫെസ്റ്റേഷൻ അല്ലേ? ഫ്രീ ആയി അല്ല, അതിന് കിട്ടാനുള്ള കാലത്ത് ഞാൻ സ്പിരിച്വൽ റൂട്ടിൽ പോയിട്ടുണ്ട്. ഇതിൻ്റെ കംപ്ലീറ്റ് അറിയാം. ഞാൻ ആഗ്രഹിക്കുന്നൊരു 5, 6, 7 പേരെയൊക്കെ ഒരു ദിവസം എൻ്റെ മുമ്പിൽ വരും. ഇന്നാളെ കണ്ടിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ ഞാൻ റോട്ടിൽ വരുമ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഞാൻ അന്വേഷിക്കണ്ട, എന്താ ഇത് ഇങ്ങോട്ട് ചോദിക്കും. കൊള്ളാലോ. അതൊരു 6-7 പേരൊക്കെ ഒരു ദിവസം കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാനെല്ലാം വേണ്ടെന്ന് വെച്ച് ഒരു പരിപാടി മനസ്സമാധാനം ഉണ്ടാവില്ല. ബ്രെയിൻ വേവ്സ് ആണ് എൻ്റെ ബേസ്, വേറെ ഒന്നുമില്ല. ബ്രെയിനിൽ ചെറുപ്പത്തിലെ നമ്മൾ നല്ല സന്തോഷം കിട്ടുന്ന കുടുംബങ്ങളിൽ ജനിച്ചു കഴിഞ്ഞാൽ അവന് കുറച്ച് അംബീഷനും ഇതൊക്കെ ഉണ്ടെങ്കിൽ അവർ രക്ഷപ്പെട്ടിരിക്കും, ഉറപ്പാണ്. പ്രശ്നങ്ങളുള്ള കുടുംബത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ബ്രെയിൻ പോയി കഴിഞ്ഞാൽ അത് ചിലവർക്ക് വലിയ കാര്യമായ കുഴപ്പങ്ങളില്ലെങ്കിൽ അവർ തന്നെ അത് എന്തെങ്കിലും ഇതിൽ രക്ഷപ്പെടാവുന്ന പരിപാടിയിലൊക്കെ വരും. അല്ലെങ്കിൽ ഇത് ബ്രെയിൻ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ
അത് രക്ഷപ്പെടില്ല. പക്ഷെ ത്രൂ ഹാർഡ് വർക്ക് ക്ലിയർ ആക്കാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. ഹാർഡ് വർക്ക് ചെയ്ത അതിന് ഇതില്ല, ഗുണമില്ലെന്നല്ല. ഹാർഡ് വർക്ക് എന്ത് ചെയ്താലും അതിന് ഗുണമുണ്ടാവും, അതിൻ്റെ എക്സ്പീരിയൻസ് കിട്ടില്ല നമുക്ക്. ഇപ്പം നമ്മളൊരു 10 ആൾക്കാരുടെ കൂടെ നമ്മൾ മിങ്കിൾ ചെയ്യേണ്ട വന്ന് അതിൽ 3-4 പേര് പ്രശ്നക്കാരാണെന്ന് വെച്ചു, അതിൽ 2-3 പേര് നല്ലവരുണ്ടാവും. അപ്പോൾ ഈ പ്രശ്നക്കാരിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റില്ലേ? ജീവിതം പഠിക്കാമല്ലോ. ഇങ്ങനെ പോകണം, അവരുടെ കൂടെ കൂടാൻ കൊള്ളില്ല, നമുക്ക് മനസ്സിലാവും. അതാണ് എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസിൻ്റെ ഒരു ഇത് നമ്മളുടെ ബ്രെയിനിൽ വരികയും ചെയ്യും. അപ്പോൾ ചിലപ്പോൾ നടക്കാം, ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇത് നമ്മുടെ ബ്രെയിൻ തകരാറായി കഴിഞ്ഞാൽ പോസിറ്റീവ് എനർജി നമുക്ക് വേണം. അതാണ് പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളും നെഗറ്റീവ്സ് പ്രശ്നങ്ങളില്ലാതെ നമ്മൾ ഹെൽത്ത്, അതാണ് ഞാൻ പറയുന്നത്. ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയില്ലേ, അതാണ് ഏറ്റവും നമ്പർ 1. നമ്മൾ ഏത് പിള്ളേരെ നോക്കേണ്ടത്. ആരോഗ്യം പെർഫെക്റ്റാണ്, അവൻ്റെ ബ്രെയിൻ പെർഫെക്റ്റാണ്, അവൻ പോകുന്ന വഴിയിൽ അവൻ വിജയിച്ചിരിക്കും. അത് ഉറപ്പാണത്. ഈ വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക്കലിൻ്റെ ഹിസ്റ്ററി അതൊന്ന് പറയുമോ? വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക് എന്ന് പറയുമ്പോൾ നമുക്ക് ഫോക്കിൻ്റെ പറയേണ്ടത്. അതിന് മുമ്പുള്ളതെന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ് സ്റ്റേജ്, അത് സംസ്കാരങ്ങളും ഉണ്ടാകുന്നതിന് മുമ്പ് ഈ പിഗ്മീസ് ഇല്ലേ, വർഗം, അവരൊക്കെയാണ് ആഫ്രിക്ക. പക്ഷെ എല്ലാ സ്ഥലങ്ങളിലും ആദ്യകാലങ്ങളിൽ ഈ സംസ്കാരം ഉടലെടുക്കുമ്പോഴും അതിന് മുമ്പെല്ലാം ഈ ഫോക്ക് മ്യൂസിക് ഉണ്ട്. അതാണ് ബേസ്, നമ്മുടെ ശരിയായ സംഗീതം. മറ്റ് സംഗീതം അല്ലെന്നല്ല ഞാൻ പറഞ്ഞു. ഈ പ്രകൃതിയായിട്ട് ലയിച്ചിട്ടുള്ള മനുഷ്യൻ്റെ തനതായിട്ടുള്ള ഒറിജിനൽ രൂപമാണ് ഈ ഫോക്ക് മ്യൂസിക്. അത് പ്രകൃതി കാണുന്ന പോലെ ഇരിക്കും, പച്ചപ്പ് കാണുന്ന പോലെ ഇരിക്കും. അപ്പോൾ ആ ഫോക്ക് മ്യൂസിക് ഒരു AD 200 ആയപ്പോഴേക്കും വളരെയധികം പഴക്കമുണ്ട്. അത് 1-2 വർഷമൊന്നും അല്ല. അത് ഭൂമി മനുഷ്യരൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് നിന്ന് ഇങ്ങനെ പതുക്കെ ആയി വന്നേക്കണ. ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ മെഡീവോ കാലഘട്ടം എന്ന് പറയുന്നത്. ഇപ്പോൾ AD 500 മുതൽ ഒരു 1450 വരെ മെഡീവോ കാലഘട്ടമാണ്. ആ 500 മുതൽ എന്ന് പറഞ്ഞാൽ ഗ്രിഗോറിയൻ ചാൻഡാണ് ഇതിൻ്റെ ബേസ്. ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ചാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രാർത്ഥനയ്ക്ക് പാടുന്ന പോലത്തെ ഒരു സംഭവം. അതിൻ്റെ തുടക്കക്കാരെന്ന് പറഞ്ഞാൽ, തുടക്കമെന്ന് വെച്ചാൽ അതിൽ ഈ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സെയിൻറ്റ് എംബ്രോസാണ്. AD 380-89 അങ്ങനത്തെ സമയങ്ങളിലാണ്. എംബ്രോസ് കഴിഞ്ഞ് പോപ്പ് ഗ്രിഗറി ഒന്നാമനാണ് ഈ ഗ്രിഗോറിയൻ ചാൻഡ് എന്ന് പറഞ്ഞ അതാണ്. അപ്പോൾ ആ ചാൻഡ്, അതിൻ്റെ കൂടെ സെയിൻറ്റ് ഗ്ലേർണസ്, അങ്ങനെ 2-3 പേരുണ്ട് അതിനകത്ത്. അപ്പോൾ ഈ ഗ്രിഗറി ഒന്നാമൻ അന്ന് ചെയ്തിരിക്കുന്ന ഓരോ മോഡെന്ന് പറഞ്ഞാൽ രാഗം എന്നാണ് അർത്ഥമുള്ളത്. അപ്പോൾ ആ സ്കെയിൽ, അതൊക്കെ ഗ്രീക്കിൽ നിന്നൊക്കെയാണ് ഇങ്ങോട്ട് വന്നേക്കണത്. ആ സ്കെയിൽസ് എടുത്ത് പള്ളിയിൽ, ക്രൈസ്റ്റിൻ്റെ പള്ളിയിൽ പാടാനുള്ള സിമ്പിൾ നൊട്ടേഷനായിട്ടുള്ള മോണോഫോണിക് മ്യൂസിക്കാണത്. പോളിഫോണി അല്ല. സിംഫണി എന്ന് പറയുമ്പോൾ പോളിഫോണിയും മോണോഫോണിയും ഒന്നിച്ചു വരും, മെലഡി പ്ലസ് ഹാർമണി വരും. അത് നമ്മുടെ അവിടെ ക്രൈസ്റ്റിൻ്റെ ആണെങ്കിൽ ഇവിടെ കൃഷ്ണനും രാമനും ദേവീസ്തുതികളും ഒക്കെ ഇവിടെ. ഇതെല്ലാം ക്ലാസിക്കൽ മ്യൂസിക് എല്ലാം ഉണ്ടായിരിക്കുന്നത് ഭക്തിയിൽ നിന്നാണ്. അതിൻ്റെ ബേസാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ക്ലാസിക്കൽ മ്യൂസിക് ഭക്തിയിൽ നിന്നുണ്ടാകുമ്പോഴേക്കും ക്ലാസിക്കൽ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ആർട്ട് മ്യൂസിക്കാണത്. ആർട്ട് മ്യൂസിക് എന്ന് പറഞ്ഞാൽ സംസ്കരിച്ചുണ്ടാക്കിയേക്കുന്നതാണ് ക്ലാസിക്കൽ മ്യൂസിക്. ആർട്ടിഫിഷ്യൽ എന്ന് പറയാം വേണമെങ്കിൽ. കൊണ്ടാക്കിയെടുത്തേക്കണം ഒരു വലിയൊരു സിസ്റ്റമാണത്. ഏത് കലാകാരന്മാർക്കും ഏത് സംഭവങ്ങളും പാടാനും വായിക്കാനും ഒക്കെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാകും. പക്ഷെ നാച്ചുറൽ മ്യൂസിക് അല്ല, നാച്ചുറൽ ഫോക്കാണ്. അവിടെ വ്യത്യാസം. രണ്ടും ഈ ക്ലാസിക്കലിൻ്റെ ശക്തി ഭയങ്കരമാണ്. ഇവരുണ്ടാക്കിയെടുത്തേക്കണത് രാഗത്തിൻ്റെ ഭാവത്തിൻ്റെ പവറും ഉണ്ട്. പെട്ടെന്ന് നമ്മൾ അങ്ങനെ ചെയ്തേക്കണവർ പെട്ടെന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ബാബുരാജ് സാറ്, രവീന്ദ്ര മാഷ്, ഇവരൊക്കെ രാഗങ്ങൾ വെച്ച് ചെയ്യുന്നത് പെട്ടെന്ന് നമുക്ക് ഇഷ്ടപ്പെടും, എഫക്റ്റ് ചെയ്യും, അത് ബോഡിക്ക് എഫക്റ്റ് ചെയ്യും. പക്ഷെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ചെറുപ്പത്തിലേ പഠിച്ചു പഠനം നടത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ദേവരാജൻ മാസ്റ്റർ ചെയ്യുന്ന പോലത്തെ പാട്ടുകൾ പാടാൻ പറ്റില്ല. മുഹമ്മദ് റാഫി, കിഷോർ കുമാർ, SPB ഇവർ പഠിച്ചിട്ടുള്ളവരൊന്നുമല്ലല്ലോ. റഫി സാബൊക്കെ കുറച്ച് ഇതുള്ള അതല്ലല്ലോ പാടുന്നത്. അദ്ദേഹം പാടുന്നത് അതല്ലല്ലോ. അതാർക്കും ക്ലാസിക്കൽ പാടിയവർക്ക് പാടാൻ പറ്റില്ല. അപ്പോൾ ഈ ഗ്രിഗോറിയൻ ചാൻഡിൻ്റെ ഒരു കാലഘട്ടം
500 മുതൽ 1450, പിന്നെ റിനൈസൻസ് കാലഘട്ടം വരുന്നുണ്ട് 600 വരെ. അത് ഒരു സെക്യുലർ മ്യൂസിക്കിൻ്റെ കുറച്ച് ഭക്തിയല്ലാത്ത പാട്ടുകളൊക്കെ വരുന്ന കാലഘട്ടമില്ലേ, അതിലേക്ക് വന്ന് പിന്നെ ബറോക്കിറയാണ്. ബറോക്കിറ എന്ന് പറയുമ്പോഴേക്കും അവിടെ നിന്ന് മാറ്റങ്ങൾ വന്നു. ബാഹ്, മറ്റേ വിവാൾഡി ഇവരൊക്കെ വരുന്ന സമയമെന്ന് എനിക്ക് തോന്നുന്നത്. ആ 1600 മുതൽ ഇങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ക്ലാസിക്കൽ ഇറയാണ്, പീരീഡാണ്. അവിടെയാണ് ഈ സിംഫണി സീരിയസ് മ്യൂസിക് വരുന്നത്. അപ്പോഴും ക്ലാസിക്കലിൻ്റെ ബേസായി. അപ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന സൊനാറ്റാസും അതും ഇതൊക്കെയുള്ള ഡെവലപ്പ് ചെയ്ത് ഈ സംഭവത്തിലേക്ക് വന്നു. ഇത് കഴിഞ്ഞ് വരുന്ന റൊമാൻറ്റിക് കാലഘട്ടമാണ്, ബെയ്ത്തോഫൻ്റെ കാലഘട്ടം. അദ്ദേഹമാണ് അത് കൊണ്ടുവന്നത്, റൊമാൻറ്റിസം. അപ്പോൾ നവോത്ഥാന കാലഘട്ടത്തിലാണ് സിംഫണി സ്റ്റാർട്ട് ചെയ്തത്? നവോത്ഥാനമല്ല, മറ്റേ ഇത് ക്ലാസിക്കൽ ഇറ. ഓക്കെ. മറ്റതിന് ശേഷം അത് കഴിഞ്ഞ് വരുന്നത് പിന്നെ മോഡേൺ ഇറയാണ്. അത് 1900 ഒക്കെ ആയപ്പോഴാണ് മോഡേൺ മ്യൂസിക്കുകളിൽ. അപ്പോൾ ഈ ഓരോ കാലഘട്ടങ്ങൾ, ഈ ഇത്രയധികം കാലഘട്ടങ്ങളിലൂടെയാണ് ഇത് മറിഞ്ഞ് വന്നിരിക്കുന്നത്. നമ്മൾ കേൾക്കുന്ന ക്ലാസിക്കലിൻ്റെ ബേസ്. അപ്പോൾ പള്ളിയുടെ അകത്തുനിന്ന് അവിടെ നിന്നും വന്ന് ഇവിടെ അമ്പലങ്ങളുടെ അകത്തുനിന്നും വന്നു. എല്ലാം ദൈവസ്തുതികളാണ്. അല്ല, ഈ ക്ലാസിക്കൽ വരാനുള്ള കാരണങ്ങളാണ്. പക്ഷേ ഈ ക്ലാസിക്കലിന് ഈ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഇന്ത്യൻ പറയുകയാണെങ്കിൽ മുഴുവനും അമ്പലത്തിൻ്റെ അകത്തുനിന്ന് വന്നായിട്ട് എനിക്ക് വിശ്വാസമില്ല. കാരണം ഫോക്ക് മ്യൂസിക്കും ഇതും കൂടി ബ്ലെൻഡായിട്ടുണ്ടാവും. രാഗങ്ങൾ ഇത്രയും വരണ്ടേ? അമ്പലത്തിൽ ഇത്ര രാഗം വേണ്ടല്ലോ. അമ്പലത്തിൽ നമ്മൾ പാടണമെങ്കിൽ ഇത്രയധികം രാഗങ്ങളുടെ ആവശ്യമില്ല. അപ്പോൾ അതെങ്ങനെ വന്നു? അപ്പോൾ ഇൻഡിവിജ്വലായിട്ടുള്ള ഗായകന്മാരൊക്കെ അവർ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഈ ഫോക്കും ഇതൊക്കെ ഒരു ബ്ലെൻഡായിട്ടുണ്ടാവും. അപ്പോൾ ഓരോ പുതിയ രാഗങ്ങൾ വന്നിട്ടുണ്ടാവും. അങ്ങനെ എൻ്റെ വിശ്വാസം അതാണ്, അല്ലാതെ വഴിയില്ലത്. അപ്പോൾ അങ്ങനെ ഈ സംഗീതത്തിൻ്റെ ഞാൻ ഒരു സംഗീതത്തിൻ്റെ അഡിക്റ്റായിട്ടുള്ള ആളല്ല. ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, അതാണ് രസം. എനിക്ക് കയ്യിലുണ്ട്, ഞാൻ എല്ലാം ചെയ്യും. ഏത് വേണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യും ഞാൻ. അപ്പോൾ അത് പോളിഷ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടില്ല? അല്ല, അതിനെക്കുറിച്ച് ഞാൻ സെൻസ് എനിക്കത് മനസ്സിലാവുമല്ലോ. ഇപ്പം കർണാട്ടിക് കൂടെ ഞാൻ ചെയ്യാം. കർണാട്ടിക് മ്യൂസിക് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു ഭക്തിഗാനം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ ആ സ്റ്റൈല് എങ്ങനെയാണെന്നുള്ളത് അത് നന്നായിട്ട് കർണാട്ടിക് പാടുന്ന ആളെ കൊണ്ടുവന്നിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അതുപോലെ ആകും. ഹിന്ദുസ്ഥാനാണെങ്കിൽ അതുപോലെ ചെയ്യും, വെസ്റ്റേൺ വെസ്റ്റേൺ പോലെ ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഒരു കാര്യം ട്യൂൺ ചെയ്യാൻ പറഞ്ഞാൽ അതിപ്പോൾ ഈസിയായി ചെയ്യാൻ പറ്റുമോ? ഞാനിപ്പോൾ റാൻഡം ആയിട്ട് ഒരു വേർഡ് പറഞ്ഞാൽ അത് ഹാർമോണിയൊന്നും ഇല്ല, എല്ലാം ചെയ്യാൻ പറ്റും. അത് ചെയ്യാൻ പറ്റുമോ? ഇപ്പോഴത്തെ മൂഡ്, ഇപ്പോഴത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള എൻ്റെ ഒരു മാനസികാവസ്ഥ അങ്ങനെ ഒരു മൂഡിലല്ല ഞാൻ. ഇല്ല, അങ്ങനെയില്ല. ഒരു മഴത്തുള്ളി എന്ന് പറയുന്ന ഒരു വേർഡ് വരുമ്പോൾ ആ ഒരു ചൈൽഡ്ഹുഡിന്റെ ആ ഒരു ബേസ് ഒക്കെ ആയിട്ട് ഒന്ന് അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ഇത്തിരി ഇതാണ്. ഇപ്പൊ അതിന്റെ ഒറിജിനൽ കണ്ടന്റ് ഇപ്പൊ ദേവരാജൻ മാസ്റ്റർ ചെയ്യുന്ന പോലെയൊക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് കുറച്ച് ആലോചിക്കേണ്ടി വരും. ഇല്ല, ഒരു പ്രൈം സാഗർ ടച്ച് അത് മാത്രമേ വേണ്ടൂ. അതെങ്ങനെ മഴത്തുള്ളി അല്ലെങ്കിൽ കുട്ടിക്കാലം എന്തെങ്കിലും വേർഡ്സ്. മഴത്തുള്ളി ഇങ്ങനെ ചെയ്യാലോ. അതെങ്ങനെ വേണമെങ്കിൽ ചെയ്യാമല്ലോ, ഏതെല്ലാം മോഡലിൽ ചെയ്യാമല്ലോ. ഇപ്പൊ ഹാർമോണിയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറ്റി ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഹൃദയം എന്ന് പറയുന്നു. ഹൃദയം വ്യത്യാസമുണ്ട്. ഇവിടെയുള്ള ഹൃദയം കാരണം എന്താണെന്നറിയാമോ? ദേവരാജൻ മാസ്റ്റർ ഹൃദയേശ്വരി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആരും ശ്രദ്ധിച്ചിട്ടുള്ളത്, മാസ്റ്ററിനെ മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു പാട്ട് മതി. ഹൃദയേശ്വരി എന്ന് പറഞ്ഞ പാട്ട് പാടുമ്പോൾ എവിടെ നിന്നാണ് വരണതെന്നറിയാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യോഗാശാസ്ത്രത്തിൽ കുണ്ടലിനി ഓരോ സ്ഥലങ്ങളുണ്ട്. സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ. ഇതാണ് മെയിൻ സ്ഥലം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബ്രെയിൻ ക്ലിയർ ആകുമ്പോൾ ഇവിടെ ക്ലിയർ ആവും, മനസ്സിലായോ? അപ്പോൾ ഈ അനാഹതം എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ സ്ഥാനവും. അവിടെ ആ എനർജി കുറയുമ്പോഴാണ് ആർട്ട് നിന്ന് പോണത്. അപ്പോൾ നമ്മുടെ ബോഡിയുടെ അകത്ത് കൂടെ സുഷുമ്ന നാഡി, ഇതാ പിങ്കള എന്ന് പറഞ്ഞൊരു സാധനം പോകുന്നുണ്ട് ബ്രെയിനിലേക്ക്. അതിൻ്റെയാണ് ബേസിക്. അതിൽ തകരാറുകൾ വരുമ്പോഴാണ് ഈ എനർജി കുറയുന്നതും എല്ലാ അസുഖങ്ങളും വരുന്നതും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അതിൻ്റെ ബേസ് ഇതാണ്, വയറുമാണ്. അപ്പോൾ ഈ അനാഹതം പറയുന്ന സ്ഥലത്തു നിന്നാണ് ദേവരാജൻ മാസ്റ്ററിൻ്റെ പാട്ട് വരുന്നത്. ഹൃദയേശ്വരി, കണ്ട,
നിങ്ങൾ എത്ര വേണമെങ്കിൽ പാടി നോക്കി ഇവിടെ നിന്നായിരിക്കും അത്. ഹൃദയത്തിൽ നിന്ന് ഹൃദയേശ്വരി സാരം മുകളിലേക്ക് പോയി, ഇവിടെ നിന്ന് പോയി. അല്ലെങ്കിൽ അതിൽ നിന്ന് താഴേക്ക് ബേസ് വന്നാൽ താഴത്തേക്ക് പോകും. അപ്പോൾ ഞാനത് പല പ്രാവശ്യം ഇങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഹൃദയേശ്വരി എന്നുള്ളത് കറക്റ്റ് അവിടെ നിന്നാണ് വന്നേക്കണത്. അപ്പോൾ ഇദ്ദേഹം എന്തോരം ഇതാന്ന് നോക്കിയത്, എന്തോരം ടൈപ്പിൽ പുള്ളിക്ക് ചെയ്യാമല്ലോ. ഹൃദയേശ്വരി എന്ന് പറഞ്ഞാൽ പല മോഡലിൽ ചെയ്യാമല്ലോ. പക്ഷേ ഈ ചക്രാസ് ഇല്ലേ നമ്മുടെ യോഗാസനത്തിലൊക്കെയുള്ള ചക്രാസ്, ഈ ചക്രാസിൻ്റെ കറക്റ്റ് സ്പോട്ടിൽ നിന്നാണ് ഇത് പാടി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഹൃദയേശ്വരി നിൻ തരരാരീരിട്ടാകണ്ട അവിടെ നിൽക്കുന്നു. അതുപോലെ അദ്ദേഹം കുറേ ചെയ്തിട്ടുണ്ട് ഇതുപോലത്തെ പണികൾ. ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഈ വേഡ്സിനെ കൊണ്ടുപോയി അങ്ങനെ ചുമ്മാ വെറുതെ ഉണ്ടാക്കുന്ന ആളല്ല ദേവരാജൻ മാസ്റ്റർ. ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ കഴിഞ്ഞല്ലോ, അപ്പൊ ഒരു പുതിയൊരു മ്യൂസിക് ആൽബം ചെയ്തിട്ടുണ്ടല്ലോ മധു ബാലകൃഷ്ണൻ സാറിന്റെ കൂടെ. ഭാരതം എന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഭാരതം എന്ന് പറയുന്നത് ഫാദർ ജോൺ പിച്ചാപ്പിള്ളി എന്ന് പറയുന്ന അദ്ദേഹം അമേരിക്കയിലാണ്, കാനഡ, അവിടെ താമസിക്കുന്നത്. അദ്ദേഹം തന്ന വർക്കാണത്. അദ്ദേഹമായിട്ട് വേറൊരു ബന്ധമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലിയായിട്ട് ചെറുപ്പത്തിൽ പോയതാണ്. അവിടെ പോയി അവിടെയും ട്രൂപ്പൊക്കെ ഉണ്ടാക്കി ഭയങ്കര ഫേമസായി. അവിടെ നിന്ന് രാജിവെച്ച് പോരണം, മ്യൂസിക് ഡയറക്ടർ ആവണം എന്ന ഒരു സങ്കല്പമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പോകുന്നു. അവിടെ നിന്ന് പോന്നു കഴിഞ്ഞപ്പോഴേക്കും ഉടനെ തൊടുപുഴ സരിക എന്ന് പറഞ്ഞ് ഒരു ട്രൂപ്പ്, മൂവാറ്റുപുഴ ഏഞ്ചൽ വോയ്സ്, ഇത് തൊടുപുഴ. അങ്ങനെ മിൻമിനി ഇങ്ങനെയുള്ള ഗായകർ, എറണാകുളത്തുള്ള സകല ഗായകരും കൊണ്ട് അവിടെ ചെന്ന് അത് ഫേമസായി. അത് ലീഡറായി ഞാൻ, ടൈറ്റിൽ മ്യൂസിക്കൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അദ്ദേഹം കവിതയും കൊണ്ട് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങോട്ട് തന്നാണ് കേട്ടോ. എൻ്റെ അതിന് മുമ്പ് ഞാൻ മ്യൂസിക് ചെയ്യുമായിരുന്നു, 16 വയസ്സിലൊക്കെ പള്ളിയിലൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ എൻ്റെ റെക്കോർഡാകുന്നത് ഈ വർക്കാണ് ആദ്യം 85-86 ഇടയിലാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ വർക്ക് 5 പാട്ട് 6 പാട്ടുണ്ടെന്ന് തോന്നുന്നു. മിൻമിനിയൊക്കെ പാടിയിട്ടുണ്ട്. അത് അമല സ്റ്റുഡിയോ എന്ന് പറയും, കാഞ്ഞിരപ്പള്ളി, അവിടെയാണ് റെക്കോർഡ് ചെയ്തത്. അങ്ങനെ അതാണ് ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത്. അത് റെക്കോർഡ് ചെയ്ത അതിനകത്തുള്ള അന്നത്തെ ട്യൂണാണ് ഈ ഭാരതം എന്ന് പറഞ്ഞ ആ പാട്ട്. ഇത്രയും കൊല്ലം പഴക്കമുള്ള 86-85 ചെയ്ത ട്യൂണാണ്. ഇതിൻ്റെ ഓർക്കസ്ട്ര ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടാണ് മധുവിനെ കൊണ്ട് പാടിപ്പിച്ചത്. ആ പാട്ടാണ്. അദ്ദേഹമാണ് എനിക്ക് ആ അവസരം തന്നത്. ഇപ്പൊ നമ്മുടെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണല്ലോ. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ എക്സ്പോഷർ ഈ മ്യൂസിക് ഡയറക്ടേഴ്സിന് ഒരു ബ്ലെസ്സിങ് ആയിട്ടാണോ തോന്നുന്നത്, അതോ ഒരു ബേർഡൻ ആയിട്ടാണോ തോന്നുന്നത്? അങ്ങനെയല്ല. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നല്ലവർക്ക് നല്ലതാണ്, മോശപ്പെട്ടവർക്ക് അത് മോശമായി പോകും, അത് വേറെ കാര്യം. ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ്. കഴിവുള്ള പണ്ട് നമ്മൾക്ക് കയറി വരാൻ ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ചാൽ വലിയ വലിയ ആൾക്കാർ നമ്മളെ ചവിട്ടി താഴ്ത്തിട്ട് കയറാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ കഴിവുള്ളവൻ ഇതിൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചല്ലേ ഞാൻ പറഞ്ഞു. കഴിവുള്ളവൻ അവനെ എൻട്രി ചെയ്യാനും അവനെ 10 പേർ കാണാനും ലോകം മുഴുവൻ എത്തിക്കാനും ഈ ഒരു മീഡിയയിൽ കൂടെ പറ്റും. അപ്പോൾ ആ മീഡിയ വളരെ നല്ലതാണ്. സോഷ്യൽ മീഡിയ വളരെ നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ ജനം അറിയില്ലേ. നമുക്ക് പണ്ട് പേപ്പറിൽ ഒരു പരസ്യം കൊടുക്കണം, എത്ര രൂപ വേണം? ഫ്രണ്ട് പേജിൽ കൊടുക്കണം, ലക്ഷങ്ങൾ വേണം. അതേസമയം ഇത് വേൾഡ് മുഴുവൻ നമുക്ക് എത്തിക്കാൻ പറ്റും. പിന്നെ ഇതിനകത്തും മാർക്കറ്റിംഗ് ഉണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഒരു പാട്ട് നമ്മളിട്ട് ആ പാട്ട് റിലീസ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ വന്നാൽ നമ്മുടെ ഫ്രണ്ട്സ് 3000-4000 പേര് കാണുള്ളൂ. പക്ഷെ അത് 1,50,000 പേരൊക്കെ കാണണമെങ്കിൽ അതിലും പൈസ മുടക്കണം. അവിടെയും ബൂസ്റ്റ് ചെയ്യാനും അത് എത്തിക്കാനും ഒക്കെ ആയിട്ട് അതിനും പണം വേണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയേക്കണത്, ഞാൻ അന്വേഷിച്ചപ്പോൾ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലും നമ്മൾക്ക് അത് എത്തിക്കാമല്ലോ. അതിലൂടെ യൂട്യൂബിലൂടെ ഇപ്പോൾ മലയാളം അവിടെ നിൽക്കട്ടെ, വലിയ ഏരിയ തമിഴ്നാട് അല്ലെങ്കിൽ തെലുങ്ക് ദേശം, കർണാടക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പാട്ടുകൾ എത്തി ഒരു 2-3 പാട്ടിൻ്റെ ഇടയിൽ ഒരെണ്ണം ക്ലിക്കായി കഴിഞ്ഞാൽ പിന്നെ സിനിമ കിട്ടാം. അപ്പോൾ സോഷ്യൽ മീഡിയ നല്ലതല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് മോശമൊന്നുമില്ല. മോശം അതുകൊണ്ടുള്ള മറുവശം ഭയങ്കര ഭീകരമായ മോശമുണ്ട് അതിനകത്ത്. സോഷ്യൽ മീഡിയ നശിച്ചു പോകുന്ന കാര്യങ്ങളുണ്ട്, പിള്ളേർ നശിക്കുന്ന കാര്യങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് ഇതിനകത്തൊന്നും ഒരു പ്രശ്നങ്ങളിൽ ഞാൻ തലയിട്ട് ഒരു സാധനവും അതിനകത്ത്
ഇത് ചെയ്യാൻ നിൽക്കില്ല ഞാൻ. അത്ര വലിയ അത്യാവശ്യമുള്ള നമ്മുടെ വേണ്ടപ്പെട്ടവരാണെങ്കിൽ മാത്രമേ നിൽക്കുള്ളൂ. കാരണം ഇന്ന് നമ്മൾ പണ്ടെന്ന് പറഞ്ഞാൽ ഒരാളെ കാണണമെങ്കിൽ അവനെ പോയി കാണണം, ഒരു സ്ഥലത്ത് പോയി കാണണം, അല്ലെങ്കിൽ എവിടെയും വെച്ച് കണ്ട് സംസാരിച്ച് പോകുന്ന ഒരാളാണ്. ഇത് കോടിക്കണക്കിന് ജനങ്ങൾ ഇതിലൂടെ അതിനകത്ത് ഭീകരമായ സംഭവങ്ങളുണ്ട്. ആ റൂട്ട് വഴി തെറ്റിപ്പോയാൽ നമ്മുടെ മക്കൾ തീർന്ന പരിപാടി. അപ്പോൾ അതിൻ്റെ മറുവശം വേറെ, നല്ലവർക്ക് നല്ലതാണ്, നല്ല മനുഷ്യർക്ക് എല്ലാം നല്ലതല്ലേ. ഇപ്പം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല. അതല്ലാത്തൊരു വഴി കൂടെ പോയി കഴിഞ്ഞാൽ എല്ലാം പ്രശ്നമാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കിയേക്കണ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഓൾഡ് ഈസ് ഗോൾഡ്. എന്താണെന്ന് വെച്ചാൽ എളുപ്പമാർഗങ്ങളെല്ലാം നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാകും. ഇതെല്ലാം എളുപ്പമാണ്. നമ്മൾ ഒരു ചെക്ക് കൊണ്ടുപോയി ബാങ്കിൽ മാറി കാശായിട്ട് വരുന്നു, ഒരു പ്രശ്നവുമില്ല. ഇതിലൂടെ പോയി കഴിഞ്ഞാൽ അതിലൂടെ ചതിവിൻ്റെ കണ്ടമാനം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഒരാൾക്കൊരു ഗൂഗിൾ പേ ചെയ്യുന്നു, 1000 രൂപയുടെ അടുത്ത് പെട്ടെന്നൊരു 0 കൂടി 10,000 ആയി, 2 കൂടി 1,00,000 ആവും. പിന്നെ തിരിച്ച് കിട്ടണമെങ്കിൽ എന്തോരം പാടാം പൈസ. അപ്പം അങ്ങനെയുള്ള കണ്ടമാനം പ്രശ്നങ്ങൾ ഇതുകൊണ്ട് സൈഡ് എഫക്ട്സ്, അത് എളുപ്പമായിട്ടുള്ള എല്ലാ കാര്യത്തിനും ഉണ്ട്. എളുപ്പ വഴികളെല്ലാം സൈഡ് എഫക്റ്റ് ഉണ്ട്. മറ്റത് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ബസ്സിൽ കയറി അതൊരു എക്സസൈസും കൂടിയാണ്. നമ്മൾ നടന്ന് ബസ്സിൽ കയറി അല്ലെങ്കിൽ ഓട്ടോ പിടിച്ച് പോയി ബാങ്കിൽ ചെന്ന് മാറി പൈസ വന്നു, അതിന് ശരീരത്തിനൊരു അനക്കം കിട്ടി, എല്ലാം അതുപോലെ കുറേ കാര്യങ്ങളുണ്ട്. ഇതുപോലെ ഇത് ഭയങ്കര ഈസി ആയിരിക്കും. ഇതേ കണ്ടപ്പോൾ ഇനി അടുക്കള ഉണ്ടാവില്ല. ഇനി അടുത്ത തലമുറക്ക് ഫുഡ് ടക്ക് ടക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നടക്കല്ലേ, അപ്പം തന്നെ ഭക്ഷണം എത്തുന്നു, അനങ്ങണ്ടല്ല. അപ്പോൾ ശരീരം അനങ്ങണില്ല. ഇനി അടുക്കള വേണ്ടെന്ന് പറയും, കാരണം എല്ലാ ഫുഡും പറയണ എല്ലാം കിട്ടും, ഒറ്റ ക്ലിക്കിൽ എല്ലാം റെഡിയാണ്. അപ്പം അത് നല്ലതൊന്നുമല്ല. ഇപ്പൊ തന്നെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ടേസ്റ്റ് തന്നെ വ്യത്യസ്തമാണല്ലോ. ഇപ്പോൾ റാപ്പ് മ്യൂസിക്കിനോടും അങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ടും അവർ അട്രാക്റ്റഡ് ആവുന്നത് തന്നെ. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൽ നിന്നും മാറി ചിന്തിക്കാനായിട്ടൊക്കെ തോന്നുന്നുണ്ടോ? അങ്ങനെയല്ല, എനിക്ക് ഇപ്പോൾ ആ മോഡൽ വേണമെന്ന് വെച്ച് ഞാൻ ചെയ്യാൻ തയ്യാറാണ്. അത് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ഈ മാറ്റം വളരെ അപകടമാണ്. കാരണം ഈ പാട്ടുകൾ, ഇപ്പോൾ ഇറങ്ങുന്ന പാട്ടുകൾ ഉണ്ടായിക്കോട്ടെ, അതിൻ്റെ കൂടെ പഴയതും കൂടി വരണം. കാരണം സിനിമാ സംഗീതം എന്നൊരു പ്രൊഫഷണലായിരുന്നു അന്ന്. വലിയ ഓർക്കസ്ട്ര വെച്ച് മദ്രാസിൽ റെക്കോർഡ് ചെയ്ത് വരുന്ന പാട്ടുകൾ. ഇതിന് പകരം നമ്മൾ എന്തെങ്കിലും ഇട്ട് കാണിച്ചിട്ടുള്ള ഈ പാട്ടുകളിലേക്ക് പുതിയ തലമുറ പോവുകയാണ്. അവർ വഴിതെറ്റിപ്പോയല്ലേ. അതേസമയം ഇതിൻ്റെ കൂടെ അതും കൂടി ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള സോങ്ങുകൾ കൂടി പഴയ രീതി പണ്ടുണ്ടായിരുന്ന പോലത്തെ നല്ല മെലഡികൾ കുറച്ചൊക്കെ മാറ്റം വരുത്തി മെലഡികൾ ഇതിൻ്റെ കൂടെ വരികയാണെങ്കിൽ അതും കേൾക്കും പുതിയ തലമുറ. അപ്പം രണ്ടും കേട്ടാൽ കുഴപ്പമില്ല. പക്ഷെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇതാണ് ടേസ്റ്റ് എന്ന് പറയുമ്പോഴും ഇത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒറ്റത്തവണ കേൾക്കുമ്പോൾ ആ ഒരു സമയത്തായിരിക്കും അതിന് പ്രേക്ഷക സ്വീകാര്യത കൂടുതൽ എന്ന് പറയാം. പക്ഷെ ഇപ്പോഴും പണ്ട് കാലത്തെ പാട്ടുകളാണ് കൂടുതൽ ആൾക്കാരും ആസ്വദിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നില്ല. പുതിയ ജനറേഷൻ വളരെ അപൂർവം പേര് പഴയ ഗാനങ്ങൾ കേൾക്കുള്ളൂ. അവർക്ക് ക്ഷമ കിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞത്. ഇങ്ങനത്തെ സ്പീഡിലുള്ള കുറേ സംഭവങ്ങൾ ഇറങ്ങുമ്പോൾ കേട്ട് ആ ഫാസ്റ്റിൻ്റെ ഇതിലേക്ക് നമ്മൾ പോകും. അത് റഹ്മാനാണ് ആ ഒരു മാറ്റം കൊള്ളുന്നത്. പക്ഷെ അദ്ദേഹം ഇപ്പൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്ററാണ്. മെലഡികളുണ്ട്, ഒരു മാറ്റം വരുത്തി സ്പീഡാക്കിയത്. പുള്ളി അഡ്വർടൈസിങ് ഫീൽഡിലായിരുന്നു മ്യൂസിക് ഇരുന്നത്. അപ്പോൾ അത് കോമ്പാക്റ്റ് ആയിട്ടുള്ള മ്യൂസിക്കാണ്. പരസ്യം 30 സെക്കൻഡിൽ പാട്ടുണ്ടാക്കണം, അല്ലെങ്കിൽ 1 മിനിറ്റിൽ പാട്ടുണ്ടാക്കണം. ഇങ്ങനെയുള്ള ചെയ്തുകൊണ്ടിരുന്ന ആൾ ഒരു പാട്ട് ചെയ്യുമ്പോഴേക്കും എളുപ്പമായി. അത് ഇളയരാജയുടെ പാട്ട് കേട്ട് കുറേ സമയം എടുക്കണതിന് പോലെ പെട്ടെന്ന് മുക്കാബുല ലേല പരിപാടി കഴിഞ്ഞു. മനസ്സിലായ? അപ്പോൾ ആൾക്കാർക്കും സുഖമായി, പെട്ടെന്ന് കാര്യം കഴിഞ്ഞില്ല. പക്ഷെ റഹ്മാൻ ചെയ്തിരുന്നപ്പോഴേക്കും അത് നല്ലതായിരുന്നു. അതിൻ്റെ ഇടയിൽ നല്ല പാട്ടുകളുണ്ട്, അതിന് ക്വാളിറ്റി ഉണ്ടായിരുന്നു, എല്ലാം നല്ലതാണ്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ അതിലെക്കാട്ടും താഴത്തേക്ക് പോയില്ലേ. ഈ താഴെ പോയിക്കോട്ടെ, അല്ലെങ്കിൽ താഴേക്ക് പോയി ഞാൻ കുറ്റം പറയുന്നില്ല. പുതിയ പിള്ളേർ വന്നോട്ടെ, ആ മ്യൂസിക് വരട്ടെ. പക്ഷേ ഈ പഴയതും കൂടി പ്രൊഫഷണലിസം പോയി. അതാണ് സിനിമയുടെ പ്രൊഫഷണലിസം പോയി. അപ്പം എല്ലാ തരത്തിലുള്ള പാട്ടുകൾക്കും പ്രേക്ഷക സ്വീകാര്യത ഉണ്ടാവട്ടെ. അപ്പം ഇത്രയും നേരം നമ്മളുടെ കൂടെ
മീഡിയ ഭാരതിലെ ചാറ്റ് വിത്ത് അഥീനയിൽ അതിഥിയായി നമ്മുടെ കൂടെ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചതിന് ഒത്തിരിയേറെ സന്തോഷം. നന്ദി, നമസ്കാരം. താങ്ക്സ് എ ലോട്ട്.